അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം ആ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു വലിയൊരു സ്ട്രെങ്ത് ഉള്ള ഒരു എന്താ പറയുക മണി ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷെ പല രാജ്യങ്ങളും അതിലേക്ക് എത്തിപ്പെട്ടത് വളരെ ലേറ്റായിട്ടാണ്. നമ്മൾ നേരത്തെ എത്തി, പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടില്ല. എസ്പെഷ്യലി ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഈ അർമേനിയ, ജോർജിയ, ബോസ്നിയ, ഈ വക രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒരു പ്രൈം ഡെസ്റ്റിനേഷനായി മാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡേ 1 തൊട്ട് അതിൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എസ്പെഷ്യലി UAE എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് UAE വിസ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വിസ ഓൺ അറൈവൽ എന്ന് പറഞ്ഞ് ജോർജിയ എന്ന് പറഞ്ഞ ഒരു രാജ്യം വന്നപ്പോൾ, ജോർജിയയിൽ ഞാൻ ഒരു 2010-15 സമയങ്ങളിൽ പോയപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന 4 റിസോർട്ടാണ്. ഇന്ന് ആ ജോർജിയയിലുള്ളത് 400ഓളം റിസോർട്ടുകളാണ്. അവരുടെ മെയിൻ ഫോക്കസ് മാഫിയയും തല്ലുപിടുത്തവും മാത്രമായിരുന്നു. ഇന്ന് അവരുടെ മെയിൻ റവന്യൂ ജനറേറ്റ് ചെയ്യണത് ടൂറിസമാണ്. ഇന്നും കേരളം ആ ടൂറിസത്തിൽ നിന്ന് എന്ത് ഏൺ ചെയ്യാമെന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഇന്ന് കേരളത്തിനെ ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ള നമ്മളുടെ ഒരു എയിം. അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൽ പല തടസ്സങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു ബിഗ് വെഡ്ഡിങ്സ് 2-3 നടത്തി. ഓരോ ബിഗ് വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞാൽ 3 to 5 crores ആണ് അവരുടെ 3 daysലെ സ്പെൻഡ്. അപ്പോൾ 3 daysലെ സ്പെൻഡ് ആ ഒരു ചോദ്യം വെച്ച് നെക്സ്റ്റ് ടൈം GSTക്കാർ വന്നപ്പോൾ 3 to 5 crores ആണ് നിങ്ങൾ 3 daysൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു. അതിന് ക്ലാരിഫിക്കേഷൻ വേണമെന്ന്. അപ്പോൾ 3 to 5 daysൽ കേരളത്തിൽ 5 crores കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്.